എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിനകത്തുള്ള കണ്ടൻസേഷൻ വരെയാണ് അല്ലേ. ഹ്യൂമിഡിറ്റി പറഞ്ഞു. ഹ്യൂമിഡിറ്റിയുടെ ഒരു സാറ്റുറേഷൻ ലെവലുണ്ട്. ആ സാറ്റുറേഷൻ ലെവലിന് ശേഷം വീണ്ടും ഈ പറയുന്ന അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലോട്ടേക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ ഇങ്ങനെ മോയ്സ്ചർ കണ്ടൻറ്റ് ഇങ്ങനെ എത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ കണ്ടൻസേഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് കടക്കുകയും കണ്ടൻസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാതിരുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള കാണാൻ സാധിക്കാതിരുന്നിരുന്ന ഡ്രോപ്ലെറ്റ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? വാട്ടർ ഡ്രോപ്ലെറ്റ്സുകളെ നമുക്ക് വിവിധ ഫോമുകളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നു. ആ ഫോമുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. തെറ്റിപ്പോകരുത്, ഫോംസ് ഓഫ് കണ്ടൻസേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേറെ ഒരു ഫോംസ് ഓഫ് എന്താ പറയുക, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അപ്പം പല കുട്ടികൾക്കും ഈ കണ്ടൻസേഷൻ്റെ ഫോംസുകളും പ്രസിപ്പിറ്റേഷൻ്റെ ഫോംസുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് തെറ്റിപ്പോകുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി പഠിക്കുക. ഏതൊക്കെയാണ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡ്യൂ ആണ്, മറ്റൊന്ന് ഫ്രോസ്റ്റ് ആണ്, പിന്നെ മിസ്റ്റ് ആൻഡ് ഫോഗ് ആണ്, പിന്നെ ക്ലൗഡാണ്. ഈ 4 കാര്യങ്ങളാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ 4-5 കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള. വേറെയും ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കണ്ടൻസേഷൻ്റെ ഫോംസുകളായിട്ട് ഏതാണുള്ളത്? ഡ്യൂ, ഫ്രോസ്റ്റ്, മിസ്റ്റ്, ഫോഗ്, കോൾഡ്, ക്ലൗഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടൻസേഷൻ്റെ ഫോംസുകൾ? ഞാൻ ഓൾറെഡി പറഞ്ഞു. വിസിബിൾ അല്ലാതെ ഇരുന്നിരുന്ന, ഇൻവിസിബിൾ ആയിരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ, ടൈനി ഡ്രോപ്ലെറ്റ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുകയാണ്? നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ ഫോമിലോട്ടൊക്കെ ഇനി മാറുമ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഈ വാട്ടർ വേപ്പറായിട്ട് പോയിട്ട് അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിന്നിരുന്ന ഈ ജലകണികകളെ നമുക്ക് ഇനി കാണാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ പല രൂപത്തിലാണ് കാണാം. ഒന്ന് ഡ്യൂ ആണ്, മറ്റൊന്ന് ഫ്രോസ്റ്റ് ആണ്, മറ്റൊന്ന് മിസ്റ്റ് ആൻഡ് ഫോഗ് ആണ്, പിന്നെ ക്ലൗഡാണ്. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡ്യൂ എന്താണെന്നുള്ളതാണ്. ഡ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ചിത്രം കാണുന്നില്ലേ? നമുക്ക് പുല്ലുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ അല്ലേ. നമുക്ക് അറിയാം, മഴ പെയ്യണമെന്നില്ല. മഴ പെയ്യാതെ തന്നെയുള്ള സമയത്ത് നമുക്ക് ചില സമയത്ത് നമ്മൾ രാവിലകളിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിലും അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെയുള്ള ഈ പുല്ലുകളിൽ അല്ലെങ്കിൽ ഇലകളുടെ മേലെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റാറുണ്ട്? ചെറിയ ചെറിയ തുള്ളികളെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പണ്ട് കാലത്തൊക്കെ ആളുകൾ അതെടുത്തിട്ട് കണ്ണിലൊക്കെ വെക്കാറുണ്ട്, കണ്ണിലേക്ക് ഇറ്റിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാര്യം നല്ലൊരു തണുപ്പൊക്കെയാണ് കിട്ടാറുള്ളത്. പക്ഷേ ഇപ്പോഴൊന്നും അത് ചെയ്യരുത് കേട്ടോ. എനിവേ, നമുക്ക് ഡ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ്, ഈ കാണുന്ന ചിത്രങ്ങളാണ് ഈ ഞാൻ റൗണ്ട് ചെയ്തിട്ടുള്ള ഈ പുല്ലുകളിലൊക്കെ കാണുന്ന ഈ വെള്ളത്തുള്ളികളാണ് ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ നൈറ്റ്, ആസ് ദ എർത്ത് സർഫേസ് കൂൾസ് ഡൗൺ, ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ എർത്ത് സർഫേസ് ഓൾസോ കൂൾസ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ രാത്രിയിൽ നമ്മുടെ എർത്തിൻ്റെ സർഫേസ് ഉണ്ടല്ലോ, നമ്മൾ ചവിട്ടി നടക്കുന്ന ഭാഗം, അത് എർത്തിൻ്റെ സർഫേസ് തണുക്കുന്ന സമയത്ത്, രാത്രിയിൽ തണുക്കും, സ്വാഭാവികമായിട്ടും ചൂടില്ല, അപ്പോൾ തണുക്കും അല്ലേ. അപ്പം ഈ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ എർത്തിൻ്റെ സർഫേസിനോട് ചേർന്ന് കിടക്കുന്ന, ക്ലോസ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കില്ലേ? നമ്മുടെ എർത്തിൻ്റെ സർഫേസിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കില്ലേ? അതും അതിൻ്റെ കൂടെ തണുക്കും. അതായത് സർഫേസ് തണുക്കുമ്പോൾ രാത്രിയിൽ എർത്തിൻ്റെ സർഫേസ്, ഭൂമിയുടെ ഉപരിതലം, നമ്മൾ ചവിട്ടി നടക്കുന്ന ആ ഭാഗങ്ങൾ തണുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ എർത്തിൻ്റെ സർഫേസിനോട് ചേർന്ന് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ പാർട്ട് ഉണ്ടാവില്ലേ? ആ പാർട്ടും എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? തണുക്കുന്നു. ദ വാട്ടർ വേപ്പർ condenses to form tiny droplets of water which may cling onto the grass tips, leaf blades as well as other cold surfaces. അങ്ങനെ തണുക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? ഓൾറെഡി വാട്ടർ വേപ്പർ ഉണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ്, മോയ്സ്ചർ കണ്ടൻറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടൻസേഷൻ, അതായത് കൂടുതൽ ഇതിങ്ങനെ തണുത്ത് ടെമ്പറേച്ചർ ഇങ്ങനെ താഴ്ന്ന് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെറിയ ചെറിയ ടൈനി ഡ്രോപ്ലെറ്റ്സുകളായിട്ട് മാറാൻ തുടങ്ങും. അതായത് അത്രയും നേരം നമുക്ക് കാണാൻ പറ്റാതിരുന്ന ഇങ്ങനെ തുള്ളികളായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ നിന്നത് ഇതിൻ്റെ കുറച്ച് ഇങ്ങനെ എന്ത് ചെയ്യും? അത് കുറച്ച് അതിൻ്റെ കൂടുതൽ തണുക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ സൈസ് കൂടിയിട്ട് അതെന്താവാൻ തുടങ്ങും? ചെറിയ ചെറിയ തുള്ളികളായി മാറാൻ വേണ്ടി തുടങ്ങും. ടൈനി ഡ്രോപ്ലെറ്റ്സുകളായിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഈ ടൈനി ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിനോട് ചേർന്ന് കിടക്കുന്ന എർത്തിൻ്റെ സർഫേസ് ഭാഗം, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫേസിനോട് ചേർന്ന് കിടക്കുന്ന
അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗത്തുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ എർത്തിൻ്റെ സർഫേസിൽ നിന്ന് കുറേ വിശാലമാണ് അറ്റ്മോസ്ഫിയർ അല്ലേ. അപ്പോൾ എന്നാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് കിടക്കുന്ന ഈ ഏരിയയിൽ കണ്ടൻസേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഈ എർത്തിൻ്റെ സർഫേസിനോട് ചേർന്ന് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ പാർട്ടിലുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് അതായത് ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് അത് ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ചെറിയ ചെറിയ തുള്ളികളായിട്ട് മാറുകയും ആ തുള്ളികൾ എന്ത് ചെയ്യുന്നു, എർത്തിൻ്റെ സർഫേസിലുള്ള ഗ്രാസ് ടിപ്സുകളിലും അതായത് പുല്ലുകളുടെ മേലെയും അതുപോലെ തന്നെ എന്താ പറയുക ലീഫ് ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ ഇലകളുടെ മേലെയും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, അത് തണുത്ത് അത് പറ്റി പിടിച്ച് തീർക്കാൻ തുടങ്ങുന്നു. അതാണ് നമുക്ക് രാവിലെ പോകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വെള്ളത്തുള്ളികളായിട്ട് കാണാൻ പറ്റുന്നത്. ഈ വെള്ളത്തുള്ളികൾ എവിടെ നിന്ന് വന്നതാണ്? അറ്റ്മോസ്ഫിയറിൽ എർത്തിൻ്റെ സർഫേസിനോട് ചേർന്ന് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ പാർട്ടിൽ അവിടെയുള്ള വാട്ടർ വേപ്പറിന് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിക്ക് കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് ചെറിയ തുള്ളിയായിട്ട് ടൈനി ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറിയിട്ട് ഈ ഇലകളിലും പുല്ലുകളുടെ മേലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡ്യൂ എന്ന് പറയുക. നമ്മൾ മലയാളത്തിൽ തുഷാരം എന്നാണ് ഡ്യൂവിനെ വിളിക്കാറുള്ളത്. അടുത്ത ഒന്നാണ് ഫ്രോസ്റ്റ് നോക്കി നോക്കൂ, ഈ ചിത്രം നോക്കി നോക്കൂ അല്ലേ. നമ്മുടെ ഇലകളിലൊക്കെ ഇങ്ങനെ ഉപ്പ് വിതറിയ പോലെ കിടക്കണം. ഇതാണ് ഉപ്പ് വിതറിയ പോലെ കിടക്കുന്ന ഈ കാര്യം, വെള്ള പൊടികൾ തരികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ഫ്രോസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. Whenever the atmospheric temperature falls below 0 degrees Celsius, especially during nights, tiny crystals, ഞാനിവിടെ ഇത് വായിച്ചിട്ട് വരയ്ക്കാം, tiny crystals of ice are formed instead of dew. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ സംഭവിച്ചത് നമ്മൾ കണ്ടു അല്ലേ. ഡ്യൂ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്? അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞ് കണ്ടൻസേഷൻ വളരെ കൂടുതലായുള്ള സമയത്താണ് കണ്ടൻസേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു സാച്ചുറേഷൻ ലെവലുണ്ട്, സാച്ചുറേഷൻ പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിലും താഴോട്ടേക്ക് ഇങ്ങനെ ടെമ്പറേച്ചർ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടൻസേഷന് വിധേയമാവുകയും അങ്ങനെ കണ്ടൻസേഷൻ ഫോമുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഇതിൽ ഈ ടെമ്പറേച്ചർ താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രി സെൽഷ്യസിലും താഴ്ന്നു കഴിഞ്ഞാലോ, കണ്ടൻസേഷൻ നടക്കാൻ വേണ്ട സാച്ചുറേഷൻ പോയിൻ്റ് 0 ഡിഗ്രിയിലും താഴെയായി. അങ്ങനെയാണെങ്കിൽ അവിടെ സംഭവിക്കുക എന്താണ്? അവിടെ നേരത്തെ കണ്ട പോലെ ടൈനി ഡ്രോപ്ലെറ്റ്സിന് പകരം നേരത്തെ നമ്മൾ കണ്ടത് തണുത്തിട്ട് അറ്റ്മോസ്ഫിയർ ഇങ്ങനെ വീണ്ടും താഴോട്ട് തണുത്തിട്ട് കണ്ടൻസേഷൻ നടന്നിട്ട് അത് ചെറിയ വെള്ളത്തുള്ളികളായിട്ട് ഈ ഇലകളുടെ മേലേക്ക് കിടന്നു എന്നല്ല പറയുന്നത്. പക്ഷേ 0 ഡിഗ്രിയിലും താഴോട്ടേക്ക്, അതായത് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ വല്ലാതെ താഴ്ന്നുപോയി, 0 ഡിഗ്രിയിലേക്കും താഴ്ന്നു. അങ്ങനെയാണെങ്കിലോ അവിടെ ഈ പറയുന്ന ഡ്യൂ എന്ന് പറയുന്ന സാധനത്തിന് പകരം അവിടെ ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ് ആണ് ഉണ്ടാവുക. ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ്, ചെറിയ ഐസ് പൊടികൾ അല്ലെങ്കിൽ ഐസ് തരികൾ, അതാണ് ഉണ്ടാവുക. ഡ്യൂ എന്നതിന് എന്ത് വേണ്ട, 0 ഡിഗ്രിയിലേക്കൊന്നും ടെമ്പറേച്ചർ എത്തേണ്ട കാര്യമില്ല. അതിന് മുന്നേ തന്നെ ഈ ഡ്യൂ ഉണ്ടാവും. 0 ഡിഗ്രിയിലും താഴ്ന്നിട്ടാണ് ടെമ്പറേച്ചർ കണ്ടൻസേഷൻ നടക്കുന്ന ടെമ്പറേച്ചർ എങ്കിൽ അതാണ് 0 ഡിഗ്രി സെൽഷ്യസിന്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ, രാത്രിയിൽ ഉണ്ടാകുന്നെങ്കിൽ അത് ഡ്യൂവിന് പകരം ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസായിട്ട് ഇലകളുടെ മേലേക്ക് പറ്റിക്കിടക്കുന്നു. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന് വിളിക്കുക. അടുത്തതാണ് മിസ്റ്റും ഫോഗും. മിസ്റ്റും ഫോഗും എന്താണെന്ന് നമുക്ക് നോക്കാം. മിസ്റ്റ് ആൻഡ് ഫോഗ്. വെൻ ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് കൂൾഡ്, the water vapor condenses to form tiny droplets of water and remains suspended in the lower atmosphere. Fog or mist is formed as a result of condensation of water vapor around tiny dust particles in the lower atmosphere. Fog and mist can be distinguished based on the range of visibility through them. എന്താണ് ആ പറഞ്ഞിട്ടുള്ള കാര്യം? മിസ്റ്റും ഫോഗും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസേഷൻ നടക്കുന്നു, അതായത് ടെമ്പറേച്ചർ താഴോട്ടേക്ക് പോകുന്നു, കണ്ടൻസേഷൻ നടക്കുന്നു. അങ്ങനെ കണ്ടൻസേഷൻ വിവിധ ഫോമുകളായിട്ട്, അതായത് ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട്, വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രോസ്റ്റ് ആയിട്ടൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഈ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിൽ ഇങ്ങനെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഈ വാട്ടർ വേപ്പർ കണ്ടൻസേഷൻ നടന്നിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വേറൊരാളും കൂടി ഉണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ധാരാളം കാണുന്ന ഒരു ചങ്ങായിയാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ചെറിയ പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും.
ഈ പൊടിപടലങ്ങളുടെ കൂടെ ആര് ചേരും? നമ്മുടെ ഈ ലോവർ അറ്റ്മോസ്ഫിയറിലെ കണ്ടൻസേഷൻ കാരണത്താൽ ഉണ്ടായിട്ടുള്ള വാട്ടർ വേപ്പർ എന്ത് ചെയ്യാണ്? ഈ ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട്, ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ആരുമായിട്ട് ചേരുകയാണ്? ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് ചേരുകയാണ്. അങ്ങനെ അപ്പോൾ കണ്ടൻസേഷൻ്റെ ഭാഗമായിട്ട് ഈ ടൈനി ഡ്രോപ്ലെറ്റ്സ്, കാണാൻ പറ്റാതിരുന്ന വെള്ളത്തുള്ളി ഒരു ചെറിയ തുള്ളികളായിട്ട് മാറുന്നു ലോവർ അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ ആ ലോവർ അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് ഈ ടൈനി ഡ്രോപ്ലെറ്റ്സുകൾ ചേരുകയാണ്. ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ ചേരുകയാണ്. നേർത്ത പൊടിപടലങ്ങളുമായിട്ട് നേർത്ത ജലത്തുള്ളികൾ ചേരുകയാണ്. അങ്ങനെ ചേരുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാൾക്കാരാണ് മിസ്റ്റും ഫോഗും. ഇനി മിസ്റ്റും ഫോഗും എങ്ങനെയാണ് വ്യത്യാസമായിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ മിസ്റ്റ് എന്താണ് ഫോഗ് എന്ന് പറഞ്ഞുതരാം. മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർത്ത മൂടൽ മഞ്ഞ് എന്നാണ് അർത്ഥം. നേർത്ത മൂടൽ മഞ്ഞ് എന്നാണ് അർത്ഥം. ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത മൂടൽ മഞ്ഞ് എന്നാണ് അർത്ഥം. കനത്ത മൂടൽ മഞ്ഞ്. അതായത് ഇത് രണ്ടും ഉണ്ടാകുന്നത്, ഈ മിസ്റ്റ് ആണെങ്കിലും ഫോഗ് ആണെങ്കിലും ഉണ്ടാകുന്നത് പൊടിപടലങ്ങൾ, ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസുമായി ചേർന്നിട്ട് കണ്ടൻസേഷൻ നടന്നിട്ട് അത് വെള്ളത്തുള്ളികൾക്ക് കണ്ടൻസേഷൻ സംഭവിച്ചിട്ടാണ് ഇത് ഉണ്ടായതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു മൊത്തം രാവിലെ മഞ്ഞ് മൂടിയ മൊത്തം ഒരു എന്താ പറയുക, ഒരു പുക പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചില രാവിലകളിൽ നമ്മൾ കാണാറില്ല, പുക മൂടി കിടക്കണ പോലെ ഇങ്ങനെ നമ്മൾ പറയും നല്ല മഞ്ഞാണെന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഈ പുക പോലെ മൂടിക്കിടക്കും. ഇങ്ങനെ ഇത് നമുക്ക് ഈ പുക മൂടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് 1 കിലോമീറ്ററിൽ താഴെയാണ് നമുക്ക് താഴെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ, ഈ പുക ഉണ്ട് പക്ഷേ നമുക്ക് 1 കിലോമീറ്ററിൽ ചൂടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വിസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പുക ഉള്ളത് കൊണ്ട് തന്നെ, ഈ പറഞ്ഞ മിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1 കിലോമീറ്ററിലും താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പുക മൂടി കിടക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് കാഴ്ച ദൃശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ മിസ്റ്റ് എന്ന് വിളിക്കാം, അതായത് നേർത്ത മൂടൽ മഞ്ഞെന്ന് വിളിക്കാം. ഫോഗ് ആണെങ്കിൽ നമുക്ക് മൊത്തം ഈ അല്ലെങ്കിൽ ഈ പുക മൂടിക്കിടക്കുന്നത് കാരണം നമുക്ക് 1 കിലോമീറ്ററിൽ താഴെയുള്ള കാര്യങ്ങളെ വരെ നമുക്ക് കാണാൻ പറ്റാത്ത, വിസിബിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ ഫോഗ് അഥവാ കനത്ത മൂടൽ മഞ്ഞ് എന്ന് നമുക്ക് വിളിക്കാം. നിങ്ങൾ ഡൽഹിയിലൊക്കെ സ്ഥിരമായിട്ട് ഫോഗാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ മിസ്റ്റാണ് ഉണ്ടാവാറുള്ളത്. ഈ ഫോഗ് ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങൾ നടക്കാറുണ്ട്. അതായത് ഫോഗ് നടക്കുന്ന സമയത്ത് എന്താണ് പ്രധാനമായിട്ടും ഈ വാഹനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാറില്ല, മുന്നിലുള്ള വാഹനങ്ങളെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പം ഓരോ വാഹനം വന്നിട്ട് ഓരോ വാഹനത്തിൻ്റെ പുറകിലിടിക്കും. അപ്പം ഇതിങ്ങനെ ട്രെയിൻ പോലെ ഒരു വാഹനത്തിൻ്റെ പുറകിൽ മറ്റൊരു വാഹനം, ഒരു വാഹനത്തിൻ്റെ പുറകിൽ മറ്റൊരു വാഹനം എന്ന നിലയ്ക്ക് ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അവർക്ക് കാഴ്ച കാണുന്നില്ല, കാര്യം മൊത്തം ഈ മഞ്ഞും പോലെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. അതായത് അതിനെയാണ് നമ്മൾ ഫോഗ്, കനത്ത മൂടൽ മഞ്ഞ് എന്ന് പറയാം. അപ്പോൾ രണ്ടും എന്താണ്, മിസ്റ്റ് ആണെങ്കിലും ഫോഗ് ആണെങ്കിലും ഈ പൊടിപടലങ്ങൾ, ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചേർന്നിട്ട് അതുമായി ഈ ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ ഫോക്കസ് ചെയ്തിട്ട് കണ്ടൻസേഷൻ, അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ മേലെ കണ്ടൻസേഷൻ നടക്കുമ്പോഴാണ് എന്ത് നടക്കുന്നത്, മിസ്റ്റും ഫോഗും ഉണ്ടാകുന്നത്. മിസ്റ്റ് ആണെങ്കിൽ അത് 1 കിലോമീറ്ററിൽ താഴെയുള്ള കാര്യങ്ങളെ വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ഫോഗ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അത് മിസ്റ്റ് ആണെങ്കിൽ 1 കിലോമീറ്ററിന് ഉള്ളിലുള്ള കാര്യങ്ങളെ വരെ നമുക്ക് കാണാൻ പറ്റും, പുക മൂടി കിടക്കുകയാണെങ്കിൽ പോലും. ഫോഗ് ആണെങ്കിൽ നമുക്ക് 1 കിലോമീറ്ററിൽ താഴെയുള്ള കാര്യങ്ങളെ വരെ കാണാനായിട്ട് പറ്റില്ല, വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫോഗ് ലാമ്പ് എന്ന് പറഞ്ഞിട്ട് വണ്ടികൾക്ക് ഉണ്ടാവും. ഫോഗ് ലാമ്പ് നമ്മുടെ നാട്ടിലൊന്നും അധികം ആളുകൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ ഫോഗ് ലാമ്പിൻ്റെ ഒരു ഉദ്ദേശം വരുന്നത് ഇത് ഇത്രയും 1 കിലോമീറ്റർ പോലും നമുക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ മെല്ലെ വണ്ടി പോകണം, അടുത്തടുത്തുള്ള കാര്യങ്ങളൊക്കെ എങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് ഒരു മഞ്ഞ ലൈറ്റ് പോലെ നമുക്ക് ഫോഗ് ലാമ്പുകൾ വണ്ടികളിലൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ക്ലൗഡ്സ് എന്ന് പറയുന്ന കാര്യം. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, ഒരു കണ്ടൻസേഷൻ്റെ രൂപമാണ്, കണ്ടൻസേഷൻ്റെ ഫോമാണ് ഏതെന്ന് പറയുന്നത് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ആകാശത്ത് കാണുന്ന മേഘങ്ങളിലെ ഈ മേഘങ്ങളും എങ്ങനെയാണ്, ഒരു കാലത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിരുന്നു. നമ്മുടെ ഇവിടെയുള്ള വാട്ടർ ബോഡീസിൽ നിന്ന് എന്ത് ചെയ്തതാണ്, മേലോട്ടേക്ക് വാട്ടർ വേപ്പറായിട്ട് ഗ്യാസ് ഫോമിലേക്ക് പോയതാണ്. അങ്ങനെ പോയിട്ട് അവിടെ അത് കണ്ടൻസേഷൻ നടന്നിട്ട് മേഘമായിട്ട് വന്നതാണ്.
അപ്പോൾ മേഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആകാശത്ത് കാണുന്ന മേഘം എന്ന് പറയുന്നത് അത് ഇതാണ് കേട്ടോ. അപ്പോൾ ക്ലൗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കണ്ടൻസേഷൻ ഫോമാണ്. ക്ലൗഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കി നോക്കാം. Clouds are formed as a result of condensation around the tiny dust particles in the atmosphere. The water droplets thus formed are less than 0.001 centimeter in diameter. This is why they remain suspended in the atmosphere. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ അറ്റ്മോസ്ഫിയറിലുള്ള ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസുമായി ചേർന്ന് തന്നെ നമ്മൾ നേരത്തെ ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചേർന്നിട്ട്, അതായത് ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ മേലെ പറ്റി പിടിച്ച് കിടക്കുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ മേലെ കണ്ടൻസേഷൻ നടന്നിട്ട് നമ്മൾ മിസ്റ്റും ഫോഗും ഉണ്ടായെന്ന് പറഞ്ഞു. അത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അത് കുറച്ചും കൂടെ ലോവർ അറ്റ്മോസ്ഫിയറിലാണ് നടക്കുന്നത്. ഇനി ലോവർ അറ്റ്മോസ്ഫിയറിലല്ലാതെ അറ്റ്മോസ്ഫിയറിൻ്റെ കുറച്ചും കൂടെ ഉയർന്ന തലത്തിൽ ഈ പറഞ്ഞ പോലെ ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടിപടലങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ പൊടിപടലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ ഫോഗിൻ്റെ കാര്യത്തിലൊരു ഡൽഹി പോലത്തെ സ്ഥലങ്ങളിൽ ഫോഗ് കൂടാനുള്ളൊരു കാരണം കൂടി പറയുന്നു കേട്ടോ. അതായത് ഡൽഹി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എയർ പൊല്യൂഷൻ വളരെ കൂടുതലാണ്. അതായത് വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നൊക്കെ പൊടിപടലങ്ങൾ വളരെയധികം പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ അവിടെ പൊടിപടലങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ഈ പൊടിപടലങ്ങളിൽ പിടിച്ചിരിക്കുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സിനോടുമായി കണ്ടൻസേഷൻ നടന്നിട്ട് അവിടങ്ങളിൽ ഫോഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ആ ടൈമിലൊന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്. ഇനി ക്ലൗഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ക്ലൗഡ്സ് എന്ന് പറയുന്ന കാര്യത്തിലും ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസുമായി ചേർന്നിട്ട് തന്നെ കണ്ടൻസേഷൻ, ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഈ വെള്ളത്തുള്ളികളിൽ കണ്ടൻസേഷൻ നടന്നിട്ട് തന്നെയാണ് ക്ലൗഡും ഉണ്ടാകുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ലോവർ അറ്റ്മോസ്ഫിയറിലല്ല. ഈ മിസ്റ്റും ഫോഗും അത് ലോവർ അറ്റ്മോസ്ഫിയറിലുള്ള പൊടിപടലങ്ങളിൽ കിടന്ന വെള്ളത്തുള്ളികളിൽ കണ്ടൻസേഷൻ നടന്നിട്ടാണ്. ഇത് കുറച്ചും കൂടെ ഉയർന്ന ഒരു ഭാഗത്തായിട്ട് കിടക്കുമ്പോഴാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ വലുപ്പം ഇങ്ങനെ കണ്ടൻസേഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ വലുപ്പം കുറച്ചിങ്ങനെ കൂടിയിട്ട് അത് ഒരു 0.001 സെൻറ്റിമീറ്ററിലും ഒരു ഡയാമീറ്ററും, അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്ററിൽ ഡയാമീറ്ററിലുള്ള ഒരു തുള്ളിയായിട്ട് മാറുകയാണ്. അങ്ങനെ കുറേ തുള്ളികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. കുറേ തുള്ളികൾ, ഇത് എത്ര സൈസിലുള്ളത്, 0.001 സെൻറ്റിമീറ്ററിലും താഴെയുള്ള സൈസിലുള്ള വെള്ളത്തുള്ളികളായിട്ട് ഇതിങ്ങനെ അറ്റ്മോസ്ഫിയറിലുള്ള പൊടിപടലങ്ങളിൽ കിടക്കുകയാണ്. അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മേഘങ്ങൾ, ക്ലൗഡ്സ് എന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 0.001 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 10 ലക്ഷം മടങ്ങാണ്. ഇതേ ഇൻറ്റു 10 ലക്ഷമാണ്. 10 ലക്ഷമാണ് ഇതേ ഇൻറ്റു ഒരു 10 ലക്ഷമാണ് ഒരു മഴത്തുള്ളിയുടെ വലുപ്പം. ഒരു റെയിൻ ഡ്രോപ്പിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരു മേഘത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഇൻവിസിബിളായിട്ട് ഉണ്ടായിരുന്ന ഒരു പൊടിപടലത്തിൽ പിടിച്ച് കിടക്കുന്ന ഒരു ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ 10 ലക്ഷം മടങ്ങാണ് ഒരു വെള്ളത്തുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന ഈ വലുപ്പത്തിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ പൊടിപടലങ്ങളിൽ, ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ പറ്റി പിടിച്ച് കിടക്കുകയാണ്. അതിനെയാണ് നമുക്കൊരു മേഘമായിട്ട് മാറുന്നത്. ഇനി മേഘങ്ങളെ നമുക്ക് വിവിധ ടൈപ്പ് ഓഫ് മേഘങ്ങളുണ്ട്. വി ക്യാൻ സീ വേരിയസ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. ആകാശത്തിൽ നമുക്ക് വ്യത്യസ്ത ടൈപ്പിലുള്ള മേഘങ്ങളെ കാണാനായിട്ട് പറ്റും. ക്ലൗഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ഫോം ആസ് വെൽ ആസ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ദേ ആർ ഫോംഡ്. നമുക്ക് മേഘങ്ങളെ അതിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് അത് എത്ര ഉയരത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് വിവിധ മേഘങ്ങളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം മേഘങ്ങൾ, ക്ലൗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സാണ്. അത് എന്താണ്, അതിൻ്റെ രൂപം, അതിൻ്റെ ആകൃതി, അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് മേഘങ്ങളെ വിവിധ പേരുകളിൽ വിളിക്കാം. അപ്പോൾ നമുക്കിവിടെ കുറേ മേഘങ്ങളുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സിറസ് ക്ലൗഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, ഈ ഹൈറ്റ് അനുസരിച്ചിട്ടാണ്, ഹൈറ്റും അതിൻ്റെ ഷേപ്പും മെയിൻലി ഹൈറ്റ് അനുസരിച്ചിട്ടാണ്, അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എത്ര ഉയരത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ക്ലൗഡ്സിന് പേരുകൾ നൽകാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സിറസ് ക്ലൗഡ്, ഇതൊക്കെ ഈ മേഘം നമ്മൾ പലപ്പോഴും ആകാശത്ത് കാണുന്ന ഒരു മേഘമാണ് അല്ലേ, കണ്ടില്ലേ? സിറസ് ക്ലൗഡ്സ് കണ്ടിട്ടില്ലേ? ഇത് പലപ്പോഴും നമ്മൾ ആകാശത്ത് കാണുന്ന ക്ലൗഡാണ്. നോക്കൂ, തിൻ ഡെലിക്കേറ്റ് ഫെദർ ലൈക്ക് ക്ലൗഡ്സ്, വളരെ നേർത്തതും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഫെദർ ലൈക്ക്, നമുക്ക് തൂവൽ പോലെ നമുക്ക്
കാണാൻ പറ്റുന്ന വളരെ നേർത്ത ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഈ ഫെദർ ലൈക്ക് ആയിട്ടുള്ള ഈ തൂവൽ പോലെ കാണാൻ പറ്റുന്ന ക്ലൗഡുകളാണ് സിറസ് ക്ലൗഡുകൾ. ഇനി സിറസ് ക്ലൗഡിൻ്റെ മറ്റ് ഒരു പ്രത്യേകത, അറ്റ് വെരി ഹൈ ആൽറ്റിറ്റ്യൂഡ്സിലാണ് സിറസ് മേഘങ്ങൾ ഉണ്ടാവുക. അതായത് വലിയ അറ്റ്മോസ്ഫിയറിലെ ഉയരത്തിലാണ്, വളരെ ഉയരത്തിലാണ്, ആകാശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉയരത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറുള്ളത്, ഈ സിറസ് ക്ലൗഡുകളെ കാണാനായിട്ട് പറ്റാറുള്ളത്. അപ്പോൾ സിറസ് ക്ലൗഡുകളെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലൗഡാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റസ് ക്ലൗഡുകൾ. സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്താണ് സ്ട്രാറ്റസ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ട്രാറ്റസ് ക്ലൗഡ് കണ്ടില്ലേ, ഇതാണ് സ്ട്രാറ്റസ് ക്ലൗഡ്. ഈ ചിത്രം നോക്കി നോക്കൂ, ഇതാണ് സ്ട്രാറ്റസ് ക്ലൗഡ്. ഇനി സ്ട്രാറ്റസ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് ലെയേർഡ് ക്ലൗഡ്സ് യൂഷ്വലി ഫോംഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ ആർ കോൾഡ് സ്ട്രാറ്റസ് ക്ലൗഡ്. എവിടെയാണ്? ലോവർ അറ്റ്മോസ്ഫിയറിലാണ്. സിറസ് എവിടെ കണ്ടത്? വെരി ഹൈ ആൽറ്റിറ്റ്യൂഡ്, ഉയരത്തിലാണെങ്കിൽ കുറച്ചും കൂടെ താഴ്ന്ന സ്ഥലത്താണ്, ആകാശത്ത് താഴ്ന്ന അറ്റ്മോസ്ഫിയറിൽ താഴ്ന്ന സ്ഥലത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റാറുള്ളത്, നമുക്ക് ഈ പറയുന്ന സ്ട്രാറ്റസ് ക്ലൗഡുകളെ കാണാൻ വേണ്ടി പറ്റാറുള്ളത്. ഇത് തിക്ക് ലെയേർഡാണ്. തിക്ക് ലെയേർഡ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായിരിക്കും. സിറസ് പോലെയല്ല, സിറസ് കുറേ വിട്ടല്ലേ, ഇത് അടുത്തടുത്ത് വളരെ തിക്കായിട്ട് ആണ് കാണാൻ വേണ്ടി പറ്റാറുള്ളത്. മാത്രമല്ല ഇത് എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ ലോവർ അറ്റ്മോസ്ഫിയറിലാണ് കാണാൻ പറ്റാറുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ട്രാറ്റസ് ക്ലൗഡ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ക്യുമുലസ് ക്ലൗഡ്സ് ആണ്. ക്യുമുലസ് ക്ലൗഡ്സ്. അപ്പോൾ ക്യുമുലസ് ക്ലൗഡ്സ് നമുക്ക് നോക്കി നോക്കാം. ക്യുമുലസ് ക്ലൗഡ്സ് കണ്ടില്ലേ, അല്ലേ? നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഈ മേഘമാണ് വരയ്ക്കാറുള്ളത്. നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കാറുള്ളത്? നോക്കി നോക്കൂ, ഇങ്ങനെയല്ലേ കാണാറുള്ളത്, അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ മേഘങ്ങൾ വരയ്ക്കാറ്. അപ്പോൾ ഈ പറയുന്ന മേഘങ്ങളിലെ ആണ് നമ്മൾ ക്യുമുലസ് എന്ന് പറയുന്നത്. കോട്ടൺ വൂൾ ലൈക്ക് clouds formed as a result of intense convection currents are called cumulus clouds. These clouds have great vertical development. അപ്പോൾ എന്താണ് ക്യുമുലസ് ക്ലൗഡ്സിൻ്റെ പ്രത്യേകത? കോട്ടൺ വൂൾ ലൈക്ക് ക്ലൗഡ്സ് ആണ്. അതായത് പഞ്ഞിക്കട്ടകൾ പോലെ, അല്ലേ? പഞ്ഞിക്കട്ടകൾ പോലെ കാണുന്ന ഒരു കോട്ടൺ വൂൾ ലൈക്കാണ് ഇത് കാണപ്പെടുന്നത്. മാത്രമല്ല ഇറ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻറ്റൻസ് കൺവെക്ഷൻ കറൻസ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ എന്താ പറയുക, ജലാശയത്തിൽ നിന്നൊക്കെ എന്താ സംഭവിക്കുന്നത്, ചൂട് തട്ടിക്കഴിഞ്ഞാൽ എയറാണെങ്കിലും വെള്ളമാണെങ്കിലും അത് ഇങ്ങനെ മേലോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്? കൺവെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ സ്ട്രോങ് കൺവെക്ഷൻ, വളരെയധികം ഈ പറയുന്ന മേലോട്ടേക്ക് ഇവ പോകുന്നത്, അത്തരം സ്ഥലങ്ങളിൽ അതിൻ്റെ മേലെയാണ് സാധാരണ ക്യുമുലസ് ക്ലൗഡുകൾ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ക്യുമുലസ് ക്ലൗഡുകൾ ഹൈ കൺവെക്ഷൻ, അതായത് ഈ വെള്ളത്തുള്ളികൾ ജലാശയങ്ങളിൽ നിന്ന് എവിടെ നിന്നാണ് എത്രയും കൂടുതൽ പോകുന്നത്, മേലോട്ടേക്ക് പോകുന്നത്, അത്തരം സ്ഥലങ്ങളുടെ മേലെയാണ് എന്തുണ്ടാവാറുള്ളത്, ഈ പറയുന്ന ക്യുമുലസ് ക്ലൗഡുകൾ കാണപ്പെടാറുള്ളത്. ഇനി മറ്റൊരു പ്രത്യേകത കൂടി എന്താണ് ക്യുമുലസ് ക്ലൗഡ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ദീസ് ക്ലൗഡ്സ് ഹാവ് ഗ്രേറ്റ് വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ഗ്രേറ്റ് വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വരച്ച ചിത്രം നോക്കി നോക്കുക അവിടെ. അതായത് ഇങ്ങനെ ക്ലൗഡിന് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഇങ്ങനെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ആയിരിക്കും. അതായത് ഇതിൻ്റെ ഒരു വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഒരു വെർട്ടിക്കൽ ഷേപ്പിലായിരിക്കും. നമ്മൾ ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, വെർട്ടിക്കൽ ഷേപ്പിലായിരിക്കും. എപ്പോഴും ഒരു ക്ലൗഡിൻ്റെ ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് മേൽഭാഗം വെച്ചിട്ടല്ല, താഴ്ഭാഗം വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഒരു വെർട്ടിക്കൽ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യുമുലസ് ക്ലൗഡ്സിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതാണ് നിംബസ് ക്ലൗഡ്സ്. ഓക്കെ, നിംബസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ആദ്യം നമുക്ക് ചിത്രം നോക്കി നോക്കാം. നിംബസ് കണ്ടില്ലേ, ഇത് നമ്മളിപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ആകാശത്ത് കാണുന്ന ഒരു ക്ലൗഡാണ് അല്ലേ. നോക്കാം നമുക്ക്. എന്താണ്? ഡാർക്കാണ്, റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ഫോംഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആർ കോൾഡ് നിംബസ് ക്ലൗഡ്സ്. അപ്പോൾ എന്താണ് നിംബസ് ക്ലൗഡ്സിൻ്റെ പ്രത്യേകത? ലോവർ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയറിലാണ്, അറ്റ്മോസ്ഫിയറിൻ്റെ താഴ്ഭാഗങ്ങളിലാണ് കാണാറുള്ളത്. പിന്നെ എന്താ പറയുക, ഡാർക്കാണ്, ഇരുണ്ട മേഘങ്ങളാണ്, റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ആണ്, മഴ ഉണ്ടാക്കുന്ന ക്ലൗഡ്സുമാണ്. ഓക്കെ, ഡാർക്ക്, റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇത് ഡാർക്കായത്, ഇരുണ്ടതായത്? അതാണ് ഇവിടെ പറയുന്നത്. The dark color is due to the thick concentration of water droplets which does not allow light to penetrate through them. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഈ ക്ലൗഡ്സ് ഉണ്ടാവുന്നത്
ഇതിന് ഡാർക്ക് കളർ ഉണ്ടാവാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടില്ലേ 0.001 സെൻറ്റിമീറ്ററിലും താഴെ ഡയാമീറ്ററുള്ള വലുപ്പമുള്ള എന്താണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞിട്ടില്ലേ. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കട്ടക്ക് ഇങ്ങനെ നിൽക്കുക, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുക. അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? സൺലൈറ്റ്, മേലെന്ന് വരുന്ന സൺലൈറ്റ് ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുമ്പോൾ ഈ സൺലൈറ്റ് ഈ മേഘത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് അകത്തു കൂടെ പുറത്തേക്ക് വരാൻ പ്രയാസമാണ്. അതുകൊണ്ട് അത് ഡാർക്കാണ്. അതുകൊണ്ടാണ് ഡാർക്ക്, ഈ സൺലൈറ്റിനെ ഇത് മറച്ചു വെക്കുന്നതുകൊണ്ടാണ് അത് ഡാർക്ക് കളറായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് റെയിൻ ബിയറിങ് കൂടിയാണ്, അതായത് മഴ നൽകുന്ന ക്ലൗഡുകൾ കൂടിയാണ് നിംബസ്. പക്ഷെ നമ്മൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവയെ ഒന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതായത് ആകാശത്ത് ഇപ്പോൾ ഈ ചിത്രം തന്നെ നോക്കി നോക്കൂ, ഇവിടെ നമ്മൾ സിറസ് ഉണ്ട്, പക്ഷേ ഇവിടെ ഏതാ കാണുന്നത്? നിംബസ് അല്ലേ, കുമുലസ് അല്ലേ കാണുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആകാശത്തൊരിക്കലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ മേഘങ്ങളെ കാണാൻ പറ്റില്ല. പലപ്പോഴും മിക്സ്ഡ് ഫോമിലാണ് കാണാൻ പറ്റാറുള്ളത്. ഒരുമിച്ചിട്ടാണ് ഈ മേഘങ്ങൾ ഒരുമിച്ചിട്ടാണ് ഉണ്ടാവാറുള്ളത്. അതായത് ദ ക്ലൗഡ്സ് മെൻഷൻഡ് എബോവ് ആർ നോട്ട് യൂഷ്വലി സീൻ ഇൻഡിപെൻഡൻ്റ്ലി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ മേഘങ്ങളെ ഒരിക്കലും കാണാൻ പറ്റാറില്ല. നോട്ട് യൂഷ്വലി സീൻ ഇൻഡിപെൻഡൻ്റ്ലി. മോസ്റ്റ്ലി വി സീ ദ കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. പലപ്പോഴും നമ്മൾ ഈ ക്ലൗഡുകളുടെ ഒരു കോമ്പിനേഷനായിട്ടാണ്, ഒരു മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. സച്ച് ക്ലൗഡ്സ് ആർ കോൾഡ് ആസ് സിറോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യുമുലോനിംബസ്, നിംബോസ്ട്രാറ്റസ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണ്, പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല, ഒന്നെങ്കിൽ മിക്സ്ഡ് ആയിട്ടായിരിക്കും. എങ്ങനെയാണ്? സിറോസ്ട്രാറ്റസ്, സിറസ് മേഘങ്ങളും സ്ട്രാറ്റസ് മേഘങ്ങളുടെ ഒരുമിച്ചായിരിക്കാം. അല്ലെങ്കിൽ സ്ട്രാറ്റസ് മേഘങ്ങളും ക്യുമുലസ് മേഘങ്ങളും ഒന്നിച്ചായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ക്യുമുലസ് മേഘങ്ങളും നിംബസ് മേഘങ്ങളുടെ ഒരുമിച്ചായിരിക്കും. അല്ലെങ്കിൽ നിംബോസ്ട്രാറ്റസ് ആയിരിക്കും. ഇങ്ങനെ ആണ് നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ്, കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ക്ലൗഡുകളെ കാണാറുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രസിപ്പിറ്റേഷനും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റെയിൻഫോളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ തീരും. പിന്നെ ഞാൻ രണ്ടാമത്തെയും അതുപോലെ തന്നെ നാലാമത്തെയും ചാപ്റ്ററുകൾ ഞാൻ നിങ്ങൾക്ക് എടുക്കും. ഓണത്തിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ 2 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കുക. 3rd ചാപ്റ്റർ അടുത്ത എക്സാമിനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ഈ പാഠം തീർത്താൽ ഉടനെ തന്നെ 2nd ചാപ്റ്ററും 4th ചാപ്റ്ററും ഞാൻ എടുക്കാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്.